ഹായ്. ഇന്നലത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ലക്ഷക്കണക്കിന് പിള്ളേർ എഴുതിയൊരു എക്സാമിൽ ഉറപ്പായിട്ടും അതിലെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ മാർക്ക് മതിയോ എന്നുള്ള ഒരു ഡൗട്ടും ടെൻഷനിലുമാണ് കുറേ പേര് ഇരിക്കുന്നത്. ഓവറോൾ നമ്മുടെ കേരളത്തിലെ പിള്ളേരുടെ ഒരു അവസ്ഥ ഞാൻ കണ്ടത് വെച്ച് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇവിടുത്തെ നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ വീഡിയോസ് വഴി അതുപോലെ എക്സാം കഴിഞ്ഞിറങ്ങിയ പിള്ളേരുടെ റെസ്പോൺസ് ഒക്കെ വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓവറോൾ എക്സാം കഴിഞ്ഞ വർഷത്തെക്കാട്ടും എളുപ്പമെന്ന് ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ലെവലോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളൊരു സംശയത്തിലാണ്. കുറേ പേർക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. ഫിസിക്സിലേക്ക് ക്വസ്റ്റ്യൻസിന് സമയം കൂടുതൽ എടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി അതൊന്നും പോരാങ്ങിട്ട് ഒരുപാട് പേർക്ക് ഇൻവിജിലേറ്റേഴ്സ് കാരണം 10-20 മിനിറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അതായത് 2 മണിയായിട്ടും OMR ഷീറ്റ് കൊടുത്ത സെൻറ്ററുകളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 മണി തൊട്ട് 5:20 വരെയാണ് എക്സാമിൻ്റെ ടൈം എന്നുള്ള കാര്യം മിനിമം അറിയാലോ. അപ്പോൾ ആ 2 മണിക്ക് കൊണ്ടുപോയിട്ട് OMR ഷീറ്റ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു തെറിക്കത്ത് പോലൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ആദ്യം തോന്നിയത്. നമ്മുടെ തന്നെ കുറേ പിള്ളേർക്ക് ആ ഒരു 10-15 മിനിറ്റ് നഷ്ടമായതുകൊണ്ട് മാത്രം നമുക്ക് ഒരു മിനിമം മാർക്കിലോട്ട് എത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ദെയർ ഫോൾട്ട്. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അത് നീറ്റ് എന്നല്ല, ഒരു എക്സാമിനും ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പിന്നീട് പറയാം. കമ്മിങ് ബാക്ക് ടു ദി എക്സാം, ഈ വർഷത്തെ എക്സാം ഈസി ആയിരുന്നു. ബട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടും എളുപ്പം എന്നുള്ളൊരു അഭിപ്രായമൊന്നും പൊതുവെ ആർക്കും ഇല്ല. എങ്കിലും കേരളത്തിൽ 700+ മാർക്ക് മേടിച്ച പിള്ളേരുടെ എണ്ണം ഈ വർഷം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബ്രില്യൻറ്റും സൈലോ ആണ്. അതിൽ സൈലത്തിൽ ഓവറോൾ റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിലുണ്ടെന്ന് ഇന്ന് അനന്ത് ഡോക്ടർ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കട്ട് ഓഫ് മാർക്ക്, നമ്മുടെ കേരളത്തിലെ ഒരു ഗവൺമെൻറ് സീറ്റിനുള്ള കട്ട് ഓഫ് മാർക്ക് ഒരു 630 to 640 റേഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞത്, ഒരു ജനറൽ കാറ്റഗറിയിൽ. അവരുടെ സ്റ്റുഡൻസിനെ മാർക്ക് കണ്ടിട്ട് ആ രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്രില്യൻറ്റിലെ കാര്യം അവർ ഇതുവരെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. മിക്കവാറും ഇന്ന് വൈകുന്നേരം എല്ലാം കൂടെ എല്ലാ പിള്ളേരുടെയും കൂടെ ഒരു കാൽക്കുലേഷൻ ആയിട്ട് അവരും അത് ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ ഒരു അനാലിസിസ് ചെയ്ത മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡോപ്പ. നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരെണ്ണം തന്നെയാണ് ഇപ്പോൾ ഡോപ്പ. അവിടെയും നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവിടെയും 700+ ഒക്കെ മാർക്കുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അവിടുത്തെ ആഷിഖ് ഡോക്ടറിന്റെ ഒരു അനാലിസിസ് വെച്ച് ഈ വർഷം 675 മാർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ടെൻഷൻ ആകാറായിട്ടില്ല. കാരണം ഓവറോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് സീറ്റിന് കട്ട് ഓഫിൽ ചിലപ്പോൾ വലിയ ചേഞ്ച് വന്നിട്ടുണ്ടാകില്ല. കാരണം നമ്മുടെ കേരളത്തിലെ റിസൾട്ടിന് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് കൂടിയാണ് സൈലോവും ഡോപ്പയും. സൈലോ ആണെങ്കിലും കഴിഞ്ഞ വർഷം അവർ ഫിസിക്സ് വാലയായിട്ടുള്ള ഇൻറ്റഗ്രേഷനൊക്കെ ആയതിനു ശേഷം ഒരുപാട് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണമായിരിക്കാം ഈ വർഷം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ വന്നത്. സെയിം തിങ് ഫോർ ഡോപ്പ. ഡോപ്പയുടെയും സിസ്റ്റം ഇൻ തിയറി ഈസ് വെരി ഗുഡ്. അപ്പം അത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് അവരുടെ പിള്ളേരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ട് വന്നിട്ടുണ്ടാവും. സോ ബേസിക്കലി ഈ വർഷം നമ്മുടെ കേരളത്തിലെ പിള്ളേർക്ക് കിട്ടിയ ട്രെയിനിങ്, അവർക്ക് കിട്ടിയ കോച്ചിങ് എന്ന് പറയുന്നത് ഒരു ലെവലിൽ കൂടെ ചിലപ്പോൾ ഹയർ ആയിരിക്കും. അത് കാരണമായിരിക്കാം ഈ വർഷം നമ്മുടെ കേരളത്തിൽ ടോപ്പ് മാർക്ക് ഉള്ളവരുടെ എണ്ണം കൂടിയത്. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. നമുക്ക് ഹിന്ദി ചാനലുകളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുമ്പത്തെ വർഷമാണെങ്കിലും ഒക്കെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിനെ കുറിച്ച് പറയുമ്പം ഇഷ്ടംപോലെ 700+ ആൾക്കാരുണ്ട്. സോ എത്രത്തോളം നമ്മുടെ റിസൾട്ട് ഇമ്പ്രൂവ് ആയി എന്നുള്ളത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ശരിക്കും അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രില്യൻറ്റിൻ്റെ ഇതുപോലത്തെ ഒരു അനാലിസിസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെയും ഒരു ആവറേജ് മാർക്കൊക്കെ വെച്ച് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വീഡിയോ പോലെ അവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ കാണുമ്പം നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ ഏകദേശമൊക്കെ മനസ്സിലാവും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇന്ത്യയിൽ ഓവറോൾ ഗവൺമെൻറ് സീറ്റുകൾക്കുള്ള ജനറൽ കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നതിൽ ഭയങ്കര ഒരു ചേഞ്ച് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകില്ല. ഒന്നാമത്തെ കാര്യം, സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ എക്സാം കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഈസി ആണെന്നൊരു അഭിപ്രായം ആർക്കും ഇല്ല. പക്ഷേ കേരളത്തിലെ കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് ചാൻസ്. അത് മിക്കവാറും ഒരു 640+ അല്ലെങ്കിൽ ഒരു 650ക്ക് അടുത്തോട്ടൊക്കെ എത്താൻ ചെറിയ ചാൻസ് ഉണ്ട്. ഇത് ടെൻഷൻ ആകാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് ഇതുവരെ കണ്ടത് വെച്ച് മനസ്സിലായതാണ്. നമുക്ക് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും കൂടെ അനാലിസിസ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. ഈ പറഞ്ഞ മാർക്ക് ജനറൽ കാറ്റഗറിക്കുള്ളതാണ്. ബാക്കി റിസർവേഷൻ അനുസരിച്ചുള്ള ചേഞ്ചുകൾ ഉണ്ടാവും അതിൽ. എനിക്കറിയാം ഈ പറഞ്ഞ ഒരു 640-650 എന്നുള്ള മാർക്കിലോട്ടൊക്കെ ഇന്നലെ എക്സാം എഴുതിയ ഒരു 90% സ്റ്റുഡൻസും എത്തിയിട്ടുണ്ടാകത്തില്ല. അതെല്ലാ വർഷവും അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 600 അല്ലെങ്കിൽ 550 മാർക്കൊക്കെ ഉള്ളെങ്കിലും ആ മാർക്ക് വരെ എത്തിയത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളിട്ട എഫേർട്ടിനുള്ള ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു സാഡ് റിയാലിറ്റി. ജനറൽ പബ്ലിക് എപ്പോഴും നമ്മുടെ റാങ്ക് വെച്ചാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും ചിലപ്പോൾ 600 മാർക്ക് എന്നൊക്കെ പറയുമ്പം അതെന്താ ഇത്രയും കുറഞ്ഞു പോയെന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ആ ഒരു 600-ലോട്ട് എത്തിക്കാൻ പെട്ട പാട് നമുക്കേ അറിയത്തുള്ളൂ. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് ആ ലെവലിലോട്ടൊക്കെ എത്തിയത്.
എക്സാമിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ അത്രയ്ക്ക് കൂടിപ്പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 600 കിട്ടിയ ആൾക്കും ഒരു 650 കിട്ടിയ ആളൊക്കെ ഒരേ ലെവലിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്നലെ എക്സാമിൻ്റെ ആ ദിവസം സംഭവിച്ച ആപ്ലിക്കേഷനിൽ വന്ന ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതൊരു വല്ലാത്ത എക്സാമാണ്. ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ്റെയൊക്കെ ഡിഫറൻസിൽ കിട്ടാതെ പോകുന്നവരും അതുപോലെ നിങ്ങളുടെ ഫോൾട്ട് അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം സമയം കിട്ടാതെ പോയവരും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എക്സാമിൻ്റെ ഇടയിൽ മൈൻഡ് ബ്ലാങ്ക് ആയി പോയിട്ടും ആൻഡ് ടെൻഷൻ കൂടിയിട്ട് നമ്മൾ പഠിച്ചതെല്ലാം ഓർത്തെടുക്കാനും അപ്ലൈ ചെയ്യാനും പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടാവും. നിങ്ങളെല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ആ എഫേർട്ട് എന്ന് പറയുന്ന ഒരു റിസൾട്ടായിട്ട് ചിലപ്പോൾ ഈ വർഷം ട്രാൻസ്ലേറ്റ് ആകത്തില്ല. നിങ്ങളെ ഇപ്പം എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ അതിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ഒരാഴ്ചത്തെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസിൻ്റെ ലക്ഷ്യം. ഇപ്രാവശ്യം ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തവർ അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യണോ, അതോ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിൻ്റെ തൊട്ട് താഴത്തെ കോഴ്സ് സെലക്ട് ചെയ്യണോ, അതോ ഈ മെഡിക്കൽ ഫീൽഡ് ഈ ഒരു മെഡിക്കൽ സൈഡേ ലീവ് ചെയ്യണോ, ഈ തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങളുടെ തലയിലുണ്ടാവും. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണം നമുക്ക്. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് MBBS വർത്ത് ഇറ്റ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അടുത്ത വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടും. എന്നിട്ട് കിട്ടിയിട്ട് MBBS ആയി ഡോക്ടർ ആയതിനു ശേഷം ഒരു റിഗ്രറ്റ് വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇന്നലത്തെ എക്സാം 20 lakh+ സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തൊരു 75% ആൾക്കാർക്കും ഈ MBBS എടുത്ത് ഡോക്ടറായി കഴിഞ്ഞുള്ള ലൈഫ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. നാളെ അതിനെ ബേസ് ചെയ്തൊരു ലൈവ് ഉണ്ടാവും. നാളത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ കണ്ടതും മനസ്സിലാക്കിയതും വെച്ചുള്ള ഒരു ഒപ്പീനിയനും അതിനെ തുടർന്നുള്ളൊരു ഡിസ്കഷൻ പോലെ ആയിരിക്കും നാളത്തെ ലൈവ് സെഷൻ. അത് നാളെ വൈകുന്നേരത്തെ സമയമൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ബട്ട് അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ ആഴ്ച എൻഡോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ബിഗിനിങ്ങിൽ ഇടും. MBBSൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷനിലോട്ട് എത്താൻ സഹായിക്കുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഡാറ്റ അതിനുവേണ്ടി എടുത്തായിരുന്നു. എനിക്ക് ഇനിയും കുറച്ചും കൂടെ സീനിയർ ഡോക്ടേഴ്സിൻ്റെയും കൂടെ ഒരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ആഴ്ച മാക്സിമം ശ്രമിക്കും. എന്നിട്ട് അതെല്ലാം വെച്ചുള്ളൊരു വീഡിയോയും കൂടി ഉണ്ടാവും. ഈ 2 കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ അടുത്ത എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല. ബട്ട് ആ ഇൻഫർമേഷൻസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓൾറെഡി എല്ലാ വർഷവും ഇതിനെ ബേസ് ചെയ്തുള്ള വീഡിയോസ് വരാറുണ്ട്. ചിലതൊക്കെ ജസ്റ്റ് നെഗറ്റീവ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്, ചിലത് അല്ലാതെ പോസിറ്റീവ്സ് മാത്രം പറഞ്ഞു പോകുന്നതുണ്ട്. അപ്പം നമുക്കതിൻ്റെ ആക്ച്വൽ പിക്ചർ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഈ പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് ഓരോ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് പേർക്ക് ആ പോസിറ്റീവ്സ് കേൾക്കുമ്പം ഓക്കെ ഇത് മതി എന്ന് തോന്നും. കുറച്ച് പേർക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് കേൾക്കുമ്പം അയ്യോ ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലല്ലോ എന്ന് വിചാരിച്ച് ഇത് വേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്കൊരു 1 വീക്കിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പരിചയമുള്ള സീനിയർ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ലൈഫ് കണ്ടിട്ട് അതിനെ ബേസ് ചെയ്തൊന്നും MBBS എന്നുള്ള ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യുന്നത് 2014-ലാണ്. സോ ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ആയി. ഈ 10 വർഷത്തിനിടെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു മെഡിക്കൽ ഫീൽഡിൽ. ഒരു 20 വർഷം മുമ്പൊക്കെ MBBS കംപ്ലീറ്റ് ആയാൽ തന്നെ ജോലി ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ എവിടെയെങ്കിലും ജോലി എന്നുള്ളൊരു കാര്യം കൺഫേംഡ് ആയിരുന്നു. ആ ഒരു അവസ്ഥയൊക്കെ കംപ്ലീറ്റ് മാറി. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ നമുക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ ഉണ്ടെങ്കിലേ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. അതും സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. MBBS വെച്ച് വേണമെങ്കിലും കേരളത്തിൽ ജീവിക്കാനൊക്കെ പറ്റും. ബട്ട് അത് പണ്ടത്തെ അത്ര എളുപ്പമൊന്നും അല്ലാന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചെല്ലാം നാളത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ സെലക്ഷൻ എന്ന് പറയുന്നത് നീറ്റ് PG എന്നുള്ള എക്സാം വഴിയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കത്തില്ല. ആ സിസ്റ്റമൊക്കെ ആകെ മാറ്റി ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് PGയുടെ സെലക്ഷനൊക്കെ. ഓവറോൾ നോക്കുമ്പോൾ അത് ശരിക്കും നല്ലതാണ്. നിങ്ങൾ കോളേജ് ടൈമിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിച്ച് കുറച്ചുകൂടെ ബെറ്റർ ഡോക്ടേഴ്സായിട്ട് പഠിച്ചിറങ്ങും. ബട്ട് അതുകൊണ്ടുണ്ടാകുന്ന അക്കാഡമിക് പ്രഷർ കൂടുതലായിരിക്കും. സോ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്യാമ്പസ് ലൈഫും അവരുടെ കഥകളൊക്കെ കേട്ട് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചും നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നാളത്തെ ലൈവിലും അതുപോലെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആകരുത്, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കേണ്ട. നമുക്ക് അടുത്തൊരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയമുണ്ട്. അത് ആലോചിച്ച് തീരുമാനിച്ചെടുത്താൽ മതി. ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ കുറേ പേര് 4, 5, 6 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തവരുണ്ട്. ആ വർഷങ്ങളൊക്കെ വേസ്റ്റ് ആയി പോയി എന്നുള്ള രീതിയിൽ ഒന്നും വിചാരിക്കേണ്ട. അതിൻ്റെയും റീസൺ ഒക്കെ ഞാൻ നാളെ പറയാം. ഓക്കെ, സോ എല്ലാവരും ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ദി എൻഡ് ഓഫ് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ആ ഒരു രീതിയിൽ ഒന്നും ആലോചിക്കേണ്ട. കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നാളത്തെ ലൈവിൽ കാണാം.